എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യം അവിടേക്കൊക്കെ പോകുന്ന ആളുകൾ എന്തൊക്കെ പാക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ഈ തമ്പനയിൽ ഇട്ടിരിക്കുന്ന പോലെ നമ്മൾ പുറത്തേക്ക് പഠിക്കാനോ ജോലിക്കോ എന്തിനോ വേണമെങ്കിൽ പോവുകയാണെങ്കിൽ എന്തൊക്കെ പാക്ക് ചെയ്യണം, ആ പെട്ടിയിൽ എന്തൊക്കെ കൊണ്ടുവരണം, ആദ്യമായിട്ട് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കയ്യിൽ കരുതണം, അങ്ങനെയുള്ള സംഭവമാണ്. അപ്പം എൻ്റെ അടുത്ത് ഒരു 4-5 പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ പെട്ടിയിൽ എടുത്ത് വെക്കണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണതല്ല. കുറച്ച് പേര് ചോദിച്ചാണ്, 4-5 പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചും ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിലൊരുത്തൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു ചെയ്തു. അവരെൻ്റെ ഓൾറെഡി മുമ്പത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണ് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആ ഒരു കുട്ടിക്ക് മാത്രമല്ല, വേറെ ആളുകൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ആവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പം ഞാൻ ജർമ്മനി മാത്രമായിട്ട് എടുത്ത് പറയുന്നില്ല, വേറെ ഏത് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കാണെങ്കിലും ഇതേപോലെ ഒരു പാക്കിംഗ് ലിസ്റ്റ് ഒക്കെ തന്നെയായിരിക്കും ആവശ്യം ഉണ്ടാവുക. അപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളും അതുമാതിരി നമ്മൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള കൊണ്ടുവരുന്ന ഉപകരണങ്ങളും എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അവിടെ കൊണ്ടുവന്നതായുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, തോർത്ത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും എടുക്കണം. ബ്രഷ് ഒരു 2 ഇപ്പം കയ്യിൽ പിടിക്കുന്നുണ്ട് തെറ്റില്ല. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ 1-2 എടുക്കുന്നുണ്ട് തെറ്റില്ല. ഈ ഒരു സോപ്പ് വേണമെങ്കിൽ നമ്മൾ ഏകദേശം ഇവിടെ വരുന്നവരാണെങ്കിൽ ഒരു 6 മാസത്തോളം അല്ലെങ്കിൽ ഒരു വർഷത്തോളമൊക്കെ നിന്നിട്ട് ശേഷം പോകുന്നവരായിരിക്കും. അപ്പം അതിനുള്ള സോപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ അതുമാതിരി നമ്മൾ കുളിക്കുമ്പോൾ തോർത്ത്, അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന പ്രില്ല്, പിന്നെ പാത്രങ്ങളൊക്കെ ഉരച്ച് കഴുകാനുള്ള സ്ക്രബ്ബർ, പിന്നെ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പൂണ്, അതുമാതിരി തന്നെ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് പാത്രങ്ങളും പെടും. കറി വെക്കുന്ന പാത്രങ്ങൾ, കറി എടുത്ത് മാറ്റാനുള്ള പാത്രങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു ടൈപ്പ് എല്ലാതരം പാത്രങ്ങളും ഉദ്ദേശിക്കുന്നത് ഞാൻ. അതിപ്പോൾ നമ്മൾ അടുക്കളയിൽ ഒരു വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ഒരു ടൈപ്പ് എല്ലാ പാത്രങ്ങളും ഉൾപ്പെടും. ഞാൻ ജസ്റ്റ് പാത്രങ്ങൾ മാത്രമേ പറയുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലാണ്. എനിക്ക് ഈ ഒരു പാത്രങ്ങൾ വേണമെന്നൊക്കെയുള്ളത് അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മെഡിസിൻസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് എന്തായാലും കുറച്ച് പാരസെറ്റമോള്, അതുപോലെ തന്നെ അലർജി ഉള്ളവർക്ക് അലർജിയുടെ ഗുളിക, പിന്നെ വയറുവേദനയ്ക്കുള്ള ഗുളിക, തലവേദനയ്ക്കുള്ള ഗുളിക, അങ്ങനെ കുറെ ഗുളികളുണ്ട്, ഛർദിയുടെ ഗുളിക, അങ്ങനെയൊക്കെയുള്ള കുറെ ഗുളികകളുണ്ട്. അതൊക്കെ കയ്യിൽ പിടിക്കാൻ തെറ്റില്ല. പിന്നെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർ ആ മരുന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ നമ്മൾ ഈ മരുന്നുകളൊക്കെ മേടിക്കുമ്പോഴാണെങ്കിലും ആ മരുന്നുകളുടെ ഒരു ബില്ല് കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. എയർപോർട്ടിലൊക്കെ എന്തെങ്കിലും ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മാത്രം നമ്മുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്നും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ലിസ്റ്റും വലിയ മരുന്നുകൾക്ക് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ വെക്കാൻ തെറ്റില്ല. ഈ ചുമക്കൊക്കെ കുടിക്കാൻ കൃഷ്ണ തുളസി അതൊന്നും ഇവിടെ അങ്ങനെ മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളല്ല. കൃഷ്ണ തുളസി, കഫ് സിറപ്പൊക്കെ, അപ്പോൾ ചുമക്കുള്ള മരുന്ന് ഒക്കെ മരുന്നുകൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു സംഭവങ്ങളൊക്കെ കയ്യിൽ പിടിക്കാൻ നല്ലതാണ്. തലയിൽ തേക്കണം, നമ്മുടെ തലയ്ക്ക് വിക്സിന്റെ ഒരു ചെറുതല്ല ഒരു വലിയൊരു ഡപ്പി എടുക്കണമൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പലതരം ഓയിലുകളുണ്ട്. നമുക്ക് ഇവിടെ കറി വെക്കണ ഓയിലുകളുണ്ട്, പിന്നെ തലയിൽ തേക്കണ ഓയിലുകളുണ്ട്. അപ്പോൾ ഓയിലുകൾ പലതരത്തിലുണ്ട് ആളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓയിലുകളൊക്കെ ഇതാക്കി വെക്കണം നല്ലതാണ്. നന്നായി പാക്ക് ചെയ്താൽ മതി. എന്നുവെച്ചാൽ പെട്ടികളൊക്കെ ഫ്ലൈറ്റിന്റെ ഇതിലേക്ക് എടുത്തിടുമ്പോഴൊക്കെ പൊട്ടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാണ്. പിന്നെ അത് കട്ടയായിക്കോളും. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വെളിച്ചെണ്ണകളൊക്കെ പൊതുവേ കട്ടയാവും. പക്ഷെ ആ ഒരു ഘട്ടം കഴിയണ വരെ മാത്രം അതൊന്ന് പാക്കിങ് പൊട്ടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ അതെന്തെങ്കിലും പാക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ താരനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിന്റെ യൂസ് ചെയ്യുന്ന ഓയിലുകളൊക്കെ ഉണ്ട്. ഡാൻഡ്രഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിലുകളുണ്ട്, പിന്നെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷാമ്പുകളുണ്ട്. അതൊക്കെ പിടിക്കുന്നതിൽ തെറ്റില്ല. കാരണം അതൊക്കെ നമ്മൾ ഇവിടെ മേടിക്കുന്നതും അവിടെ നിന്ന് കിട്ടുന്നതും നമ്മൾ ഉപയോഗിച്ച് ശീലിച്ച സംഭവങ്ങളൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വരുമ്പോൾ എന്തായാലും ഒരു 6 മാസം 1 വർഷത്തേക്കൊക്കെ ഉള്ള സംഭവം പിടിക്കണമെന്നല്ല. നമ്മൾ അടുത്തൊരു ലീവിന് പോകുമ്പോൾ പിന്നെ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഡാൻഡ്രഫ് ഷാമ്പുകൾ, ഡാൻഡ്രഫിന്റെ യൂസ് ചെയ്യുന്ന ഓയിലുകൾ ഇതൊക്കെ കയ്യിൽ വെക്കണം നല്ലതാ. അതേപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ അലക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ട്, പിന്നെ അതിന്റെ സ്മെല്ല് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ കയ്യിൽ പിടിക്കാം. അതേപോലെ തന്നെ തുണികൾ അനക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ആ ഒരു സോപ്പ് പൊടി, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇവിടെ മേടിക്കാൻ കണ്ട കാര്യങ്ങളാണ്. തുടക്കത്തിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് ആണ്. നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വക സാധനങ്ങൾക്കൊക്കെ ഇവിടെ വില കൂടുതലാണ്. ഇവിടെ കിട്ടാത്ത ഒരു സാധനങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇത്തിരി കൂടി എക്സ്പെൻസീവ് ആയിട്ട് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കണം. കാരണം നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ 3 പെട്ടി കൊണ്ടുവരാവുന്ന ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം അത്രയും പെട്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ വേറെ എക്സ്പെൻസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു സാധനങ്ങൾക്ക് ഉൾപ്പെടുത്തി. ഇതൊക്കെ വരുമ്പോൾ ഒരുവിധം ആളുകളും ഇവിടേക്ക് വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരണം. അതിനാണ്. ഇനിയിപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കാൽക്കുലേറ്റർ, പെന്ന്, പെൻസില് അവർക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെയാണ് വേണ്ട അതിന് പറ്റിയ സാധനങ്ങൾ, ഹൈലൈറ്റ് ചെയ്യണ മാർക്കർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ നമ്മുടെ ക്ലിപ്പ് ചെയ്യണ സംഭവമില്ലേ, സ്റ്റാപ്ലർ, അങ്ങനെയുള്ള സ്കെച്ച് പെന്ന്, പഠിക്കാനായിട്ട് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ കയ്യിൽ വെക്കാം. അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് പ്രഷർ കുക്കർ. അത് പഠിക്കാൻ പോകുന്നവരായിക്കോട്ടെ ജോലിക്ക് പോകുന്നവരാണ് എന്തോ ആയിക്കോട്ടെ പ്രഷർ കുക്കർ കയ്യിൽ പിടിക്കുന്നത് വളരെ ബെറ്റർ ആണ്. കാരണം 3 ലിറ്ററിനുണ്ട്, 5 ലിറ്ററിനുണ്ട്,
അരി വെക്കാനാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കാണ് കേട്ടോ, അല്ലാണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇതിന്റെ കാര്യങ്ങളില്ല. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രഷർ കുക്കറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം നല്ലതാണ്. കാരണം കറി ഉണ്ടാക്കാനും ഒക്കെ തന്നെ നമുക്ക് പ്രഷർ കുക്കർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിൽ വരുന്ന സംഭവങ്ങളാണ് ആ പാന്, നമ്മൾ മുട്ട പൊരിക്കാനാ അല്ലെങ്കിൽ വേറെ കറികൾ ഉണ്ടാകാനാ കറി കാച്ചാനാ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണ പാന് കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കണം നല്ലത്. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ എപ്പോഴും പറയണത്, ഞാൻ പറയണതിനനുസരിച്ച് കൊണ്ടുവരാണ്ടിരിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ടൂത്ത് പിക്ക് അങ്ങനെയുള്ള സാധനം, പല്ല് കുത്തുന്ന സാധനങ്ങൾ, പിന്നെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് കയ്യിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള സ്പൂണുകളും കയ്യിലുകളും കാര്യങ്ങളും അതൊക്കെ നമുക്ക് കയ്യിൽ വെക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യണ ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. പൗഡറുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് കയ്യിൽ വെക്കാം, ആൺപിള്ളേർക്കും കയ്യിൽ വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ നെയിൽ കട്ടർ, പിന്നെ ചീർപ്പ്, അത് അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിൽ വയ്ക്കാം. കത്രിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിൽ വയ്ക്കാവുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു സംഭവമാണ് ലാപ്ടോപ്പ്. ഇവിടെ മേടിക്കാനൊക്കെ കിട്ടും, നാട്ടിലത് യൂസ് ചെയ്യണു അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 3 പെട്ടിയൊക്കെ നമുക്ക് ബാഗ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഒരു ലാപ്ടോപ്പ് ബാഗ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ലാപ്ടോപ്പ് കൊണ്ടുവരാൻ തെറ്റില്ല, ഇവിടെ വന്നാലും മേടിക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പൊടികൾ. കാരണം ഇവിടെ പൊടികൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവാ. പൊടികളൊക്കെ ഇവിടെ ഭയങ്കര വിലയുള്ള സംഭവമാണ്. മുളക് പൊടിക്കാണെങ്കിലും മല്ലിപ്പൊടിക്കാണെങ്കിലും മഞ്ഞൾപ്പൊടിക്കാണെങ്കിലും, ഞാൻ ജർമ്മനിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല റേറ്റ് ആണ് ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. നാട്ടിലും ഒരു ഇച്ചിരി വില കൂടുതലൊക്കെ തന്നെയാണ്, പക്ഷെ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ല വിലയാണ്. അപ്പൊ അതൊക്കെ ഒരു 1/2 കിലോ ഒക്കെ വെച്ചിട്ടാ ഒരു അങ്ങനെ ആ റേഞ്ചിൽ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വർഷത്തോളൊക്കെ യൂസ് ചെയ്യാം. അതൊന്നും പിന്നെ ഇവിടെ നിന്ന് മേടിക്കേണ്ട. ഗരം മസാലപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അങ്ങനെ സംഭവങ്ങളൊക്കെ അതൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഡ്സ്, നമ്മുടെ പേഴ്സണൽ സംഭവമാണ്. അത് യൂസ് ചെയ്യുന്നവരുണ്ടാവും, യൂസ് ചെയ്യാത്തവരുണ്ടാവും. പിന്നെ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, അത് വേണമെങ്കിൽ കൊണ്ടുവരാം. പിന്നെ മോയ്സ്ചറൈസർ ഒക്കെ എന്തായാലും നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട സംഭവമാണ്. കാരണം ഇവിടെ വിന്ററൊക്കെ വരുമ്പോൾ നമ്മുടെ കൈയും കാലൊക്കെ വരളാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോഴും ബോഡിക്കൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബ്ലാങ്കറ്റ്, നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരും, പുതപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാലും മേടിക്കാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റണം. നമുക്ക് സ്പേസ് ഉണ്ട് പെട്ടിയിൽ എന്ന് വെച്ചാൽ ബ്ലാങ്കറ്റ് പിടിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ്, ഷൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കാം. അതേപോലെ തന്നെ കുറെ ആളുകൾക്ക് വിറ്റാമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അതിന് വേണ്ടിയ പറ്റിയ മെഡിസിൻസ്, പിന്നെ ഡ്രസ്സിന്റെ കാര്യങ്ങളിലൊക്കെ ഹുഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ എനിക്കിപ്പോ ഹുഡീസ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. ചില ആളുകൾക്ക് അത് വേണമെന്നുണ്ടാവില്ല, ചില ആൾക്ക് വിന്റർ ജാക്കറ്റ് ആയിരിക്കും. അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെയോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുഡീസും പിടിക്കുന്നത് തെറ്റില്ല. തണുപ്പുള്ള രാജ്യത്തേക്ക് പോകണമെങ്കിൽ നമ്മളതൊക്കെ കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഇതൊന്നും മേടിക്കാൻ കിട്ടാത്ത സാധനമല്ല, ഇതൊക്കെ കൂടെ മേടിക്കാൻ കിട്ടും. കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം നല്ലതാ. പിന്നെ നമ്മൾ വരുമ്പോൾ കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റ്, ഹാങ്ങർ, എന്നുവെച്ചാൽ തുണികളൊക്കെ ഉണക്കി ഇടാനുള്ള ഹാങ്ങറുകളും അലമാരിയിലൊക്കെയുള്ള ഹാങ്ങർ, ക്ലിപ്പ്. അതുമാതിരി തന്നെ നമ്മൾ വേറൊരു സംഭവമാണ് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കരുത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും സംഭവങ്ങളൊക്കെ നമ്മൾ അത് പാക്ക് ചെയ്ത് കൃത്യമായിട്ട് ബാഗിലാണെങ്കിൽ ബാഗിൽ അവിടെയൊക്കെ വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും മറക്കാണ്ട് കൊണ്ടുവരേണ്ട സംഭവങ്ങളാണ്. പിന്നെ നമ്മൾ അടുക്കള യൂസ് ചെയ്യണ ഷാമ്പൂ അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്കൊക്കെ യൂറോപ്പ് പോലത്തെ രാജ്യങ്ങൾക്ക് വരുമ്പോൾ മഗ്ഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം നല്ലതാണ്. അതിപ്പോ ഇവിടെ വരുമ്പോൾ എല്ലാ ആളുകൾക്കും അറിയാം ഇവിടെ ടിഷ്യൂ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഒരു മഗ്ഗ് കയ്യിൽ പിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാൻ കിട്ടും, €1, €2 മഗ്ഗും സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ കുട നമ്മൾ കയ്യിൽ പിടിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. കാരണം ഇവിടെ ഇടയ്ക്ക് മഴ പെയ്യും, നമ്മൾ വിചാരിക്കണ പോലത്തെ ഒരു ചെറിയ മഴ ആയിരിക്കില്ല, അത് കുറേ നേരം നിൽക്കും, അതിങ്ങനെ പൊടിഞ്ഞ് മഴ പെയ്യാം. അപ്പോൾ നമ്മൾ വിചാരിക്കും കുട ഇല്ലാണ്ട് നടക്കാമെന്ന്, പക്ഷെ നമ്മൾ നന്നായി നനയാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയ പൊടി മഴ പോലെ നമുക്ക് ഫീൽ ചെയ്യാം, പക്ഷെ നല്ലൊരു മഴയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കുട കയ്യിൽ പിടിക്കാൻ നല്ല കട്ടിയുള്ള നല്ലതാണ്. കാരണം ഇവിടെ നല്ല കാറ്റുണ്ടാവും, അപ്പൊ കാറ്റ് പിടിച്ചിട്ട് ഇതിന്റെ ഈ വില്ലൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ ഒരു കുടയിലൊക്കെ കമ്പിയൊക്കെ അങ്ങനെ ഒടിയുകയും ചെയ്ത കാരണം നല്ല കാറ്റ് പിടിച്ചിട്ട്. അപ്പൊ അത്യാവശ്യം നല്ല കട്ടിയിലേക്കുള്ള കുടയും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കുന്നത് നല്ലതാ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തൊപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അവരവരുടെ സാധനങ്ങളാണ്. പിന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഷേവിങ് സെറ്റ് ഒക്കെ കൊണ്ടുവരണത് നല്ലതാണ്. ഷേവ് ചെയ്യണവരാണെങ്കിൽ ഷേവിങ് സെറ്റ് കൊണ്ടുവരണത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ അരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചോറൊക്കെ ഊറ്റി വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഊറ്റണ ഒരു നെറ്റ് ഉണ്ടല്ലോ, അത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ആ അരിയൊക്കെ നമുക്ക് ഇവിടെ ഊറ്റാനും കാര്യങ്ങളൊക്കെ ഒന്നും വീട്ടിലത്തെ പോലത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചൂടുള്ള ആ ഒരു കഞ്ഞിവെള്ളം കളയാനും അത് അരി ഊറ്റിയെടുക്കാനും ഒക്കെ പറ്റിയ നെറ്റും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ചായയുടെ അരിപ്പ, ചായ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഊറ്റാൻ പറ്റിയ ചായയുടെ അരിപ്പ. പിന്നെ ഫ്ലാസ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ പിടിക്കുന്നവർക്ക് പിടിക്കാം. കാരണം ഇവിടെ തണുപ്പ് കാലം വരുമ്പോൾ ചൂടുള്ള വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ, വെള്ളം ഇങ്ങനെ നീക്കി വെക്കണമെങ്കിൽ അതിനൊക്കെ പറ്റിയ ഫ്ലാസ്ക്, വാട്ടർ ബോട്ടിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നവരാണെങ്കിൽ ചായപ്പൊടി, അതിനുള്ള പാത്രങ്ങളും പിടിക്കാം. പിന്നെ നമ്മൾ
വേണമെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ തുടക്കത്തിൽ വരുമ്പോൾ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. അതൊക്കെ ഓരോരുത്തർക്ക് വെയിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ചില ആൾക്കാർക്ക് വെയിറ്റ് കൂടുതൽ ഇനിയും കൊണ്ടുവരാൻ പറ്റും. കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരയോ കുറച്ച് കടലയോ നമ്മുടെ നാട്ടിലത്തെ മുതിരയോ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ആളൊന്നും കൂടി നമ്മുടെ നാട്ടിലത്തെ അരി കഴിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് അരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ചെയ്യാം. അതുമാതിരി തന്നെ സ്ലിപ്പറുകൾ, നമ്മൾ ചെരുപ്പൊക്കെ യൂസ് ചെയ്യുന്ന സ്ലിപ്പറുകൾ, കൈമുട്ടിക്കണ മുറിവൊക്കെ പറ്റി യൂസ് ചെയ്യണ ബാൻഡേജ്, പിന്നെ ബെറ്റാഡിൻ, ഡെറ്റോള് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഭക്ഷണം നമ്മൾ ഇവിടെ കഴിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തടിയൊക്കെ കുറയാക്കാം. അപ്പോൾ ബെൽറ്റ് എപ്പോഴും കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഇവിടെ ബെൽറ്റ് ഇവിടെ മേടിക്കാൻ കിട്ടാത്ത സാധനമൊന്നുമല്ല. പക്ഷെ ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ ഒരു 80 കിലോ ഉള്ള ആൾ ചിലപ്പോൾ ഒരു 77, 78, 76 ആകുമ്പോൾ നമ്മുടെ തടിയൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മുടെ ബെൽറ്റുമ്മലായിരിക്കും പിന്നീട് അതിന്റെ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് അല്ല. ചിലർക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും, ചിലർക്ക് തടിയൊന്നും കുറയണ്ടാവില്ല, ചിലർക്ക് ഇവിടെ തടി കൂടുതലായിരിക്കും. 2 തരത്തിൽ സംഭവിക്കാം. എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബെൽറ്റ് കയ്യിൽ വെക്കുക. പിന്നെ ഇൻഹേലറുകൾ വെക്കാം. പിന്നെ ഇവിടെ ഷർട്ടുകളൊന്നും എല്ലാവരും കുറെ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യമൊന്നുമില്ല. ഷർട്ടൊന്നും ഇവിടെ അധികം ആളുകൾ യൂസ് ചെയ്യില്ല. കാരണം ഷർട്ട് കൊണ്ടുവരുന്നോട് തെറ്റില്ല, അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം കളയേണ്ട കാര്യമില്ല. കൂടുതൽ ഇവിടെ ആളുകൾ ടീഷർട്ട് യൂസ് ചെയ്യുക. വിന്ററൊക്കെ വന്നാൽ പിന്നെ ടീഷർട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. കാരണം അതിന് മുകളിൽ കൂടെ ഒരു വിന്റർ ജാക്കറ്റ് ഇടുന്നതുകൊണ്ട് ഈ ഒരു സംഭവം നമ്മൾ പുറത്തേക്ക് ഇട്ട് പോകാൻ വേണ്ടിയിട്ട് 4, 5 അതൊക്കെ ഓരോരുത്തർ ഇതാണ്. പക്ഷെ സ്ഥലം ഉണ്ടെങ്കിൽ വെക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷർട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പൊതുവെ കുറവാ. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്നവരാണെങ്കിൽ ബൂട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ മേടിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഇടണ ബൂട്ട് ഞാൻ ഇവിടെ വന്ന് വാങ്ങുക ചെയ്തത്. ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ എനിക്ക് സ്ഥലത്തിന്റെ ഒരു പരിമിതി വന്നപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത സ്ഥലമുള്ളവർക്ക് അതൊക്കെ കൊണ്ടുവരാം. അതുപോലെ തന്നെ കളിക്കാൻ പോകുമ്പോൾ ഇടണ ജേഴ്സി, അതേപോലെ തന്നെ ട്രൗസറുകൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, സോക്സ്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ മാത്രമുള്ള സോക്സ് അല്ല, നോർമലി ജോലിക്ക് ഒരു 10 പേർക്ക് സോക്സ് കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ലിപ്പ് ബാം. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ ചുണ്ട് വരണ്ടുണ്ട്. കാരണം നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് അതിന് പറ്റിയ ലിപ്പ് ബാം. പിന്നെ മാസ്ക് വെക്കേണ്ടവർക്ക് മാസ്ക് കാര്യങ്ങളൊക്കെ വെച്ച് വല്ല ജോലിക്ക് പോകാനാ അങ്ങനെയുള്ളവർക്കൊക്കെ മാസ്ക് വെക്കാം. പിന്നെ കുറച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതിൽ ലാപ്ടോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലാപ്ടോപ്പ് എന്തായാലും പിടിക്കേണ്ടവർക്ക് പിടിക്കാം. പിന്നെ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നല്ലതാ. നമ്മുടെ മൊബൈലിന് അത്ര നല്ല ചാർജിങ് പെർഫോമൻസ് ഉള്ളതാണെങ്കിൽ അതിന് പ്രശ്നമില്ല. നമ്മൾ ഇനി വരുമ്പോൾ മൊബൈൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതും പ്രശ്നമില്ല. അതല്ല, നമ്മുടെ മൊബൈലിൽ ചാർജിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു സംഭവം പിടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഹെഡ്സെറ്റ് കയ്യിൽ പിടിക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണിത്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ വേണം. കാരണം യൂറോപ്പും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ആ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് ഇവിടുത്തെ പ്ലഗിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇവിടുത്തെ പ്ലഗിനൊക്കെ മാറ്റുന്നത് നമ്മുടെ ഇന്ത്യയിലത്തെ പ്ലഗ് അല്ല. കാരണം അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് മേടിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ജർമ്മനിയിലത്തെ കാര്യമാണ്. അതേപോലെ ഓരോ രാജ്യങ്ങൾക്കുണ്ട്. ഇന്ത്യയിലത്തെ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇവിടുത്തെ പ്ലഗിന് മാറ്റം വരും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്ലഗ് കിട്ടുക. അതുകൊണ്ട് അതിന് പ്രശ്നമില്ല. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു പ്ലഗ്, ഈ ഒരു അഡാപ്റ്റർ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പെൻഡ്രൈവുകൾ ഇവിടെ വന്ന് മേടിക്കാൻ പറ്റും. എക്സ്പെൻസീവ് ആയതുകൊണ്ട് വേണമെങ്കിൽ കയ്യിൽ വെക്കാം. പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ കേബിൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. കാരണം നമുക്കൊരു യൂണിവേഴ്സൽ അഡാപ്റ്റർ കണക്ഷൻ എടുത്ത് എക്സ്റ്റൻഷൻ കേബിൾ എടുത്തിട്ട് അതുമെന്ന് നമ്മുടെ മൊബൈലിന്റെ ചാർജറോ ലാപ്പിന്റെ ചാർജറോ ഇതൊക്കെ കുത്താനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ തന്നെ ട്രിമ്മറുകൾ കൊണ്ടുവരാം. നമുക്ക് ഷേവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രിമ്മർ കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കാം. അതുപോലെ തന്നെ നമ്മൾ ജലദോഷമൊക്കെ വരുമ്പോൾ ആവി പിടിക്കാനായിട്ട് വേപ്പറൈസറൊക്കെ പിടിക്കാൻ കിട്ടും. ആ ഒരു സാധനം കയ്യിൽ പിടിക്കാം. പിന്നെ മൊബൈലിന്റെ കവറുകളാ അല്ലെങ്കിൽ അത് മുട്ടിക്കുന്ന സ്ക്രീൻ കാർഡ് അതൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ഒരു കയ്യിൽ പിടിക്കണം. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവന്റെ മൊബൈലിൽ മിക്കുള്ള സ്ക്രീൻ കാർഡ് നാട്ടിൽ നിന്ന് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് ഇവിടെ വെച്ചിട്ട് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കവറുകളോ സ്ക്രീൻ കാർഡോ ഒക്കെ കയ്യിൽ ഒരു എക്സ്ട്രാ ഒരെണ്ണം പിടിക്കണമെങ്കിൽ പിടിക്കാം. പിന്നെ നമ്മുടെ സിമ്മ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കാം. അത് ഇവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കുറവാണ്. അതിനനുസരിച്ചിട്ട് അത് ഓരോ സിമ്മിനനുസരിച്ചിരിക്കും. ഇവിടെ വന്നിട്ട് റീചാർജ് ചെയ്ത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ സിമ്മുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് സാധനം ഉള്ളത് നമ്മുടെ മുണ്ട്, സാരി അങ്ങനെയുള്ള സംഭവങ്ങൾ ഓണത്തിനൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഷർട്ട് നല്ലൊരു മുണ്ട് എടുത്തിട്ട് ഒരു ഓണപരിപാടിക്ക് പോകണമെങ്കിൽ അത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നമ്മൾ അടുത്ത ഓണമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ഓണത്തിന്റെ പരിപാടിക്ക് പോകാൻ ഒരു മുണ്ടും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ അതിന്റെ ഒരു സാരി അപ്പൊ അതൊക്കെ പിടിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ആള് ജോലിക്ക് വരാണെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് പഠിക്കാനായിട്ട് വരാണെങ്കിലും എന്തോ ആയിക്കോട്ടെ നമ്മളൊരു ജോലി ചെയ്ത് നമുക്കൊരു വരുമാനം ആ ഒരു ഏണിങ്സ് വരാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കും. ആ ഒരു പീരീഡ് കഴിയണം. നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാസം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 45 ഡേയ്സ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു പീരീഡ് വരെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള യൂറോസ് നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ട്രാവൽ കാർഡായിട്ട് കിട്ടും അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കിട്ടും. അതെങ്ങനെയും കൊണ്ടുവരണം നല്ലതാ.
അത് ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. അത് അല്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു മാസം ഇവിടെ ഓടിക്കാനായിട്ട് 1,00,000 രൂപയൊക്കെ നമുക്ക് ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ യൂറോ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ റൂമിന്റെ അഡ്വാൻസാ, റൂമിന്റെ റെന്റാ, അങ്ങനെ കാര്യങ്ങൾ കൊടുക്കാനോ സാധനങ്ങൾ മേടിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് കാർഡിലാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതുമാതിരി ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. കാർഡ് ഇത്തിരി സേഫ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ട്രാൻസാക്ഷൻ ഒന്നും അതിന് വലിയ ഫീയും കാര്യങ്ങളൊന്നും ഫീയൊന്നും വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറ്റും. അപ്പൊ ഇനി ഇതിന്റെ ഒക്കെ ഒരു ലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയക്കുകയാണെങ്കിൽ ഞാൻ അതിന് ആ ഒരു PDF ആക്കിയിട്ടുള്ളത് ഞാൻ അയച്ചുതരാം. ആ ഒരു PDF സംഭവം അങ്ങനെ അർജന്റ് ആണ്, അത് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ മുഴുവൻ എങ്ങനെ ഇരുന്ന് കണ്ട് പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ ഒരു PDF ആണോ നിങ്ങൾക്ക് അത്യാവശ്യം അത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ PDF നിങ്ങൾക്ക് അയച്ചുതരാം. എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഒരു വേറെ ജർമ്മനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെ ഒരു വിദേശ രാജ്യത്തേക്ക് പഠിക്കാനോ ജോലിക്കോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഇതിൽ ഇനി വിട്ടുപോയതുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആഡ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പഠിക്കാനോ ജോലിക്കൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത്രത്തോളം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതുമാതിരി വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഉപകാരപ്പെടും. പിന്നെ ഇതിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ആണ്. നമ്മൾ എത്ര വീഡിയോ ചെയ്താലും എത്ര വീഡിയോ നമ്മൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞാലും ഇതിന്റെ ഒരു സംഭവം ഇരിക്കുന്നത് ഈ ഒരു യൂട്യൂബിന്റെ ഒരു അൽഗോരിതം അനുസരിച്ച് ഇതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോകൾക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ കുറവ്. ഞാൻ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് എഫോർട്ടും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്, പക്ഷെ അതിനൊരു സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് എനിക്ക് എത്താത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അടുത്ത ഏതെങ്കിലും നല്ലൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.